ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDC, LGS, LPUP എക്സാമുകൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് PYQs ആണ്, മലയാളം PYQs ആണ്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ എ എണ്ണം, ഓപ്ഷൻ ബി കള്ളം, ഓപ്ഷൻ സി മണ്ടത്തം, ഓപ്ഷൻ ഡി പിടിത്തം. ഇതിൽ ഓപ്ഷൻ സി മണ്ടത്തം എന്നുള്ളതാണ് തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം. അടുത്തത്, തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേരെന്ത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേരെന്ത്? അപ്പോൾ ഓപ്ഷൻസ് എ വിക്ഷേപണി, ഓപ്ഷൻ ബി വിശ്ലേഷണം, ഓപ്ഷൻ സി കാഗു, ഓപ്ഷൻ ഡി ഭിത്തിക. അപ്പം ഓപ്ഷൻ ഡി ഭിത്തികയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വികലമല്ലാത്ത പ്രയോഗഭേദമെന്ന് തിരിച്ചറിയുക. വികലമല്ലാത്ത പ്രയോഗമേതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ സമകാലൻ, ഓപ്ഷൻ ബി സമകാലികൻ, ഓപ്ഷൻ സി സമകാലീനൻ, ഓപ്ഷൻ ഡി സമാനകാലീനൻ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി സമകാലികൻ, സമകാലികൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള പ്രയോഗം. അടുത്ത ക്വസ്റ്റ്യൻ, കോടിമുണ്ട് ഇതിൽ അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തി എഴുതുക. കോടിമുണ്ട്. ഓപ്ഷൻ എ നിറമുള്ള, ഓപ്ഷൻ ബി വില പിടിച്ച, ഓപ്ഷൻ സി പഴയ, ഓപ്ഷൻ ഡി പുതിയ. ഇപ്പോൾ കോടിന്ന് ഉള്ള വാക്കിന് പുതിയ എന്നുള്ള ഒരർത്ഥമുണ്ട്. കോടിമുണ്ട് പുതിയ മുണ്ട്, പുതിയ ഡ്രസ്സ് എന്നുള്ള അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത്? ഓപ്ഷൻ എ അവസാനിക്കുക, ഓപ്ഷൻ ബി തുടങ്ങുക, ഓപ്ഷൻ സി കൂലി കൊടുക്കുക, ഓപ്ഷൻ ഡി പണത്തിന് പാടുക. അപ്പോൾ ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ അവസാനിക്കുക, അവസാനിക്കുക. അടുത്തത്, ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആര്? ഓപ്ഷൻ എ മായൻ, ഓപ്ഷൻ ബി കോരൻ, ഓപ്ഷൻ സി വിശ്വം, ഓപ്ഷൻ ഡി ചുടലമുത്തു. അപ്പോൾ ഇതിൽ ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ഓപ്ഷൻ എ മായൻ. അടുത്തത്, ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ്? ഓപ്ഷൻ എ CV ശ്രീകുമാർ, ഓപ്ഷൻ ബി K ശ്രീകുമാർ, ഓപ്ഷൻ സി UK കുമാരൻ, ഓപ്ഷൻ ഡി P ശ്രീധരൻ പിള്ള. അപ്പോൾ ഇതിൽ ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി K ശ്രീകുമാർ, K ശ്രീകുമാർ. അടുത്തത്, ചെമ്മനം ചാക്കോക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? ചെമ്മനം ചാക്കോക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? ഓപ്ഷൻ എ രാജപാത, ഓപ്ഷൻ ബി കനകാക്ഷരം, ഓപ്ഷൻ സി ആഗ്നേയാസ്ത്രം, ഓപ്ഷൻ ഡി ജൈത്രയാത്ര. ഇതിൽ ഓപ്ഷൻ എ രാജപാതയാണ് ചെമ്മനം ചാക്കോക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി. അടുത്ത ക്വസ്റ്റ്യൻ, വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. ഓപ്ഷൻ എ നനഞ്ഞിടം കുഴിക്കുക, ഓപ്ഷൻ ബി കൈ കഴുകുക, ഓപ്ഷൻ സി വിഴുപ്പലക്കുക, ഓപ്ഷൻ ഡി കുളിക്കാതെ ഈറൻ ചുമക്കുക. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ മലയാള ശൈലിയാണ് വിഴുപ്പലക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹോം ട്രൂത്ത് ഇതിന് തുല്യമായ അർത്ഥം ഏത്? ഓപ്ഷൻ എ ലോക സത്യം, ഓപ്ഷൻ ബി അപ്രിയ സത്യം, ഓപ്ഷൻ സി നഗ്ന സത്യം, ഓപ്ഷൻ ഡി ദുഃഖ സത്യം. ഹോം ട്രൂത്ത് എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി അപ്രിയ സത്യം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ തദ്ധിതത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഇവിടെ തദ്ധിതത്തിന് ഉദാഹരണമല്ലാത്തതാണ് കാണേണ്ടത്. ഓപ്ഷൻ എ പുതുമ, ഓപ്ഷൻ ബി ബാല്യം, ഓപ്ഷൻ സി കള്ളത്തരം, ഓപ്ഷൻ ഡി സമർത്ഥം. ഇതിൽ പുതുമ, ബാല്യം, കള്ളത്തരം എന്നിവ തദ്ധിതത്തിന് ഉദാഹരണമാണ്. അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി സമർത്ഥം എന്നുള്ളതാണ് തദ്ധിതത്തിന് ഉദാഹരണമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വാഗർത്ഥങ്ങൾ എന്ന പദത്തിനെ വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ വാക്കിൻ്റെ അർത്ഥങ്ങൾ, ഓപ്ഷൻ ബി വാക്കും അർത്ഥവും, ഓപ്ഷൻ സി വാക്കിൻ്റെ അർത്ഥം, ഓപ്ഷൻ ഡി വാക്കും അർത്ഥങ്ങളും. അപ്പോൾ ഇതിൽ
ഓപ്ഷൻ ബി വാക്കും അർത്ഥവും എന്നുള്ളതാണ് വാഗർത്ഥങ്ങൾ എന്ന പദത്തിൻ്റെ വിഗ്രഹിക്കുന്ന രൂപം. ഓപ്ഷൻ ബി വാക്കും അർത്ഥവും. അടുത്തത്, അന്തരിച്ച നേതാവിന് പ്രമാണമർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? ഇവിടെ പ്രണാമം എന്നുള്ളതിനാണ് പ്രമാണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ സി പ്രമാണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ശരിയായ പ്രയോഗം ഏത്? അപ്പം ഇതിൽ 4 ഓപ്ഷൻസും അതിഥി ദേവോ ഭവമാണ്. അതിൽ ഒരു താന്നും ധ ദ അങ്ങനെയുള്ള അക്ഷരങ്ങൾ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, അതിഥി ദേവോ ഭവ. ആ ഒരു ഓരോരോ അക്ഷരങ്ങളും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചോര എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ചോര എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ രൂപദം, ഓപ്ഷൻ ബി ശോണിതം, ഓപ്ഷൻ സി രുധിരം, ഓപ്ഷൻ ഡി രോഹിതം. ഇതിൽ ഓപ്ഷൻ എ രൂപദം എന്നുള്ളതാണ് ചോര എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത്. മറ്റു ഓപ്ഷൻസ് ചോരയുടെ പര്യായ പദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അർജൻറ്റീനയുടെ ജേഴ്സി എഴുതിയത് ആര്? അർജൻറ്റീനയുടെ ജേഴ്സി എഴുതിയത് ആര്? ഓപ്ഷൻ എ ഖാലിദ് ഹൊസൈനി, ഓപ്ഷൻ ബി ലയണൽ മെസ്സി, ഓപ്ഷൻ സി ബെന്യാമിൻ, ഓപ്ഷൻ ഡി KR മീര. ഇതിൽ ഓപ്ഷൻ സി ബെന്യാമിൻ്റെ കൃതിയാണ് അർജൻറ്റീനയുടെ ജേഴ്സി. അടുത്ത ക്വസ്റ്റ്യൻ, വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ പൊൻകുന്നം വർക്കി, ഓപ്ഷൻ ബി MP ചെല്ലപ്പൻ നായർ, ഓപ്ഷൻ സി CV ശ്രീരാമൻ, ഓപ്ഷൻ ഡി MK ഗോപിനാഥൻ നായർ. അപ്പോൾ വൈശാഖൻ എന്നറിയപ്പെടുന്നത് MK ഗോപിനാഥൻ നായർ. ഓപ്ഷൻ ഡി MK ഗോപിനാഥൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഇതിന് കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ സ്പെയർ ദി റോഡ് ആൻഡ് സ്പോയിൽ ദി ചൈൽഡ്, ഓപ്ഷൻ ബി സ്പെയർ ദി റോഡ് ആൻഡ് സ്പെയർ ദി ചൈൽഡ്, ഓപ്ഷൻ സി സ്പെയർ ദി ടൈം വിത്ത് എ സ്പോയിൽഡ് ചൈൽഡ്, ഓപ്ഷൻ ഡി എ റോഡ് ക്യാൻ സംടൈംസ് സ്പോയിൽ എ ചൈൽഡ്. അപ്പോൾ ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷാണ് സ്പെയർ ദി റോഡ് ആൻഡ് സ്പോയിൽ ദി ചൈൽഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പോകേണ്ടത് പോയാലേ വേണ്ടത് തോന്നൂ. പോകേണ്ടത് പോയാലേ വേണ്ടത് തോന്നൂ. ഈ ചൊല്ലിൻ്റെ കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ സ്റ്റിച്ച് ഓൺ ടൈം സേവ്സ് 9, ഓപ്ഷൻ ബി മേക്ക് ഹെയർ വൈൽ സൺ ഷൈൻസ്, ഓപ്ഷൻ സി എവറിബഡി ഈസ് വൈസ് ആഫ്റ്റർ ദി ഇവൻറ്റ്, ഓപ്ഷൻ ഡി ടു മെനി കുക്സ് സ്പോയിൽ ദി സൂപ്പ്. അപ്പോൾ പോകേണ്ടത് പോയാലേ വേണ്ടത് തോന്നൂ. ആൻസർ ഈസ് എവറിബഡി ഈസ് വൈസ് ആഫ്റ്റർ ദി ഇവൻറ്റ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം.